ഇനിയത്തെ സ്റ്റെപ്പ് ഡീപ്രോട്ടീനൈസേഷനാണ്. അതായത് സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ആ റിയാക്ഷൻ മിക്സ്ചറിൽ നിന്ന് പ്രോട്ടീനെ റിമൂവ് ചെയ്യാം. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ എന്തൊക്കെ കെമിക്കൽസാണ് യൂസ് ചെയ്യണം, ഓരോ കെമിക്കലിനും പ്രോപ്പർട്ടി എന്താണ്, അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ സാധാരണയായിട്ട് DNA എക്സ്ട്രാക്ഷനിൽ പ്രോട്ടീൻ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഫീനോളാണ്. നമ്മളെപ്പോഴും ഒരു റിയേജൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ അത് DNA അല്ലെങ്കിൽ RNA, അതായത് ന്യൂക്ലിക് ആസിഡ്സിൻ്റെയും പ്രോട്ടീൻ്റെയും സൊല്യൂബിലിറ്റി നോക്കിയിട്ട് വേണം. ഏതൊക്കെ റിയേജൻറ്റ് യൂസ് ചെയ്താലാണ് നമുക്ക് പ്രോട്ടീൻ മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കോമ്പൗണ്ടിൻ്റെ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് അതിലുള്ള കമ്പോണൻസിൻ്റെ ചാർജ് അനുസരിച്ചിട്ടൊക്കെയാണ് വരിക. അതായത് ഇപ്പോൾ DNA എന്ന് പറയുന്നത് ഒരു പോളാർ മോളിക്യൂളാണ്. പൊളാരിറ്റി ഉണ്ട് അതിന്, അല്ലേ? അതായത് അതിൻ്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ബാക്ക് ബോണിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോളാർ മോളിക്യൂൾസ് എല്ലാം തന്നെ പോളാർ സോൾവെൻസിൽ ഈസിലി സൊല്യൂബിളാണ്. അതുകൊണ്ട് DNA വാട്ടറിൽ ഈസിലി സൊല്യൂബിളാണ്. എന്നാൽ DNA ഫീനോളിൽ സൊല്യൂബിൾ അല്ല. എന്തുകൊണ്ടാണ്? ഫീനോൾ ഈസ് എ നോൺ പോളാർ സൊല്യൂഷൻ. അപ്പോൾ നോൺ പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് നോൺ പോളാർ സൊല്യൂഷനിൽ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നത്. DNAക്ക് പൊളാരിറ്റി ഉള്ളത് കൊണ്ട് അത് ഫീനോളിന് ഡിസോൾവ് ആവില്ല. അതുകൊണ്ട് തന്നെ ഡീപ്രോട്ടീനൈസേഷന് ഫീനോളാണ് യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനിൽ ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് പോളാർ ആൻഡ് നോൺ പോളാർ ഗ്രൂപ്പ്. അതായത് ഇപ്പോൾ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ അമിനോ ആസിഡിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പ്രോട്ടീനിൽ അപ്പോൾ പോളാർ ഗ്രൂപ്പും ഉണ്ടാവും, നോൺ പോളാർ ഗ്രൂപ്പും ഉണ്ടാവും. ഈ ഫീനോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ്റെ അമിനോ ആസിഡ് ബോണ്ട് ഉണ്ടാവില്ലേ, രണ്ട് അമിനോ ആസിഡുകൾ തമ്മിലുള്ള ബോണ്ട്സ്, അത് ബ്രേക്ക് ചെയ്യും. ഫീനോള് ബ്രേക്ക് ചെയ്യും. അങ്ങനെ പ്രോട്ടീൻ ഡീനേച്ചേർഡ് ആവും. അതുകൊണ്ടാണ് ഫീനോൾ യൂസ് ചെയ്യണത് ഡീപ്രോട്ടീനൈസേഷനായിട്ട്. നമ്മൾ വേറെ 2 റിയേജൻസും കൂടെ ആഡ് ചെയ്യും. ഒന്ന് ക്ലോറോഫോം എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫീനോളിൻ്റെ എഫിഷ്യൻസി കൂട്ടും. അതായത് ഈ ക്ലോറോഫോം എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ റിയാക്ഷൻ മിക്സ്ചറിനെ ഓർഗാനിക് ഫേസും അതുപോലെ എക്വസ് ഫേസുമായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ എക്വസ് ഫേസിലായിരിക്കും DNA ഉണ്ടായിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഫീനോളിൽ DNA സൊല്യൂബിൾ അല്ല. അപ്പോൾ DNAക്ക് എഫിനിറ്റി വാട്ടറിനോടാണ്. അതുകൊണ്ട് തന്നെ എക്വസ് ഫേസിലേക്ക് DNA പോവും. അപ്പോൾ DNAനെ സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ഫീനോളിന് ഇവിടെ ഓർഗാനിക് ഫേസിൽ പ്രോട്ടീനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് ഫീനോളിന് ആക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ക്ലോറോഫോം ആഡ് ചെയ്യണത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന മറ്റൊരു റിയേജൻ്റാണ് ഐസോഎമൈൽ ആൽക്കഹോൾ. അപ്പോൾ ഐസോഎമൈൽ ആൽക്കഹോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ റിയാക്ഷൻ ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ടിൽറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇത് റിയാക്ഷൻ മിക്സ്ചർ ആണെങ്കിൽ 3 ഫേസ് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്യുക. ഇത് എക്വസ് ഫേസ്, ഇത് ഓർഗാനിക് ഫേസ്, ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർഫേസ് ഉണ്ട്. ഓക്കെ, ഇൻ്റർഫേസ് ഇങ്ങനെ കുറച്ച് ഒരു വൈറ്റിഷ് കളറിലാണ് കാണുക. അപ്പോൾ ഈ ഇൻ്റർഫേസും ഈ എക്വസ് ഫേസും കലരാതിരിക്കാൻ ഇങ്ങനെ പതഞ്ഞ് ഈ ഇൻ്റർഫേസ് ഇങ്ങനെ പതഞ്ഞ് എക്വസ് ഫേസായിട്ട് മിക്സ് ചെയ്യാതെ ആ ഇൻ്റർഫേസിന് സ്റ്റെബിലിറ്റി കൊടുക്കാൻ ഐസോഎമൈൽ ആൽക്കഹോളിന് സാധിക്കും. അപ്പോൾ ഈ ഇൻ്റർഫേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് ഫേസിലാണ് ഈ ലിപ്പിഡും പ്രോട്ടീനും അതേപോലെ ബാക്കിയുള്ള സെൽ ഡെബ്രിസൊക്കെ ഉണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ ഫീനോൾ ആക്ട് ചെയ്ത് ഡീനേച്ചേർഡ് ആവുന്ന പ്രോട്ടീൻ വന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഇൻ്റർഫേസിലാണ്. ഇൻ്റർഫേസ് സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമാണ് ഈ പ്രോട്ടീൻ എക്വസ് ഫേസിലേക്ക് കലരാതിരിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴേ എക്വസ് ഫേസിലുള്ള DNA പ്യുവർ ആയിട്ടിരിക്കുകയുള്ളൂ.
എക്വസ് ഫേസിലാണ് DNA, അത് ഓർമ്മയുണ്ടല്ലോ. വാട്ടറിനോട് എഫിനിറ്റി ഉള്ളതുകൊണ്ട് അവിടെ സൊല്യൂബിളായി അവിടെയാണ് നമ്മുടെ DNA ഉള്ളത്. ബാക്കി താഴെയുള്ളത് മുഴുവൻ നമുക്ക് ആവശ്യമില്ലാത്ത ഇംപ്യൂരിറ്റീസാണ്. അപ്പോൾ ഈ ഇൻ്റർഫേസ് സ്റ്റേബിൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഈ ഒരു പ്രോട്ടീൻ, ഡീനേച്ചേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ വന്ന് ഈ എക്വസ് ഫേസിൽ കലരും. കലർന്ന് കഴിയുമ്പോൾ DNA പ്യുവറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഐസോഎമൈൽ ആൽക്കഹോളിൻ്റെ ഫങ്ഷൻ ഇവിടെയാണ്. അത് ഇൻ്റർഫേസിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടും. അതിന് ആൻറ്റി ഫോമിങ് ഏജൻറ്റ് എന്നാണ് പറയുക. Anti-foaming agent. It prevents the emulsification of a solution. ഇങ്ങനെ കലരാതിരിക്കുക. എമൾസിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എണ്ണയും വെള്ളവും കൂടെ കലർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ടെക്സ്ചറില്ലേ, അതിന് എമൾസിഫിക്കേഷൻ, അത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഐസോഎമൈൽ ആൽക്കഹോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ 2 മെത്തേഡാണ് ഡീപ്രോട്ടീനൈസേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. കിർബി മെത്തേഡും മാർമർ മെത്തേഡ്. കിർബി മെത്തേഡിൽ ഫീനോളാണ് ഡീപ്രോട്ടീനൈസിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. മാർമറിൽ ക്ലോറോഫോം, ഐസോഎമൈൽ ആൽക്കഹോൾ മിക്സ്ചർ. ക്ലോറോഫോമും ഐസോഎമൈൽ ആൽക്കഹോളുമാണ് ഡീപ്രോട്ടീനൈസേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫീനോളും ക്ലോറോഫോമും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സാധാരണ പ്രോട്ടീൻ, സെല്ലുലാർ പ്രോട്ടീൻസ് ആണ് ഡീനേച്ചേർഡ് ആവുന്നത്. പക്ഷേ ഹിസ്റ്റോണിനെ ഡീനേച്ചർ ചെയ്യണമെങ്കിൽ അവിടെ പ്രോട്ടിയേസ് എൻസൈം തന്നെ യൂസ് ചെയ്യണം. ഇനി നമുക്ക് CTAB ബഫർ യൂസ് ചെയ്തിട്ട് ഡീപ്രോട്ടീനൈസേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ എങ്ങനെയാണ് നടത്തണമെന്ന് നോക്കാം. CTAB ബഫർ നമ്മുടെ DNA എക്സ്ട്രാക്ഷന് യൂസ് ചെയ്യുന്ന ഒരു ബഫറാണ്. അതിൻ്റെ CTAB എന്ന് പറയുന്നത് ഒരു ഡിറ്റർജൻ്റ് ആണ്. SDS, CTAB രണ്ടും ഡിറ്റർജൻസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. സെൽ മെംബ്രെയിനെ ഡിസോൾവ് ചെയ്ത് സെല്ലിനെ ബ്രേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ ഈ CTAB ബഫർ അല്ലെങ്കിൽ ഇപ്പോൾ ഈ CTAB യൂസ് ചെയ്തിട്ടും നമുക്ക് പ്രോട്ടീനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ CTAB ബഫർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലത്തെ ഒരു കമ്പോണൻ്റാണ് NaCl, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ CTAB ബഫർ ഉണ്ടാക്കുമ്പോൾ ഈ NaClൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1 മോളാറിന് മേലെയാണ് എന്നുണ്ടെങ്കിൽ CTAB ബഫർ എന്ത് ചെയ്യും? ഈ CTAB പ്രോട്ടീനായിട്ട്, പ്രോട്ടീൻ മാത്രമല്ല മറ്റ് പോളിസാക്കറൈഡ്സ് ആയിട്ടും ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള കോംപ്ലക്സുകൾ ഫോം ചെയ്യും. ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള കമ്പോണൻസ് CTABും പ്രോട്ടീനും ഒക്കെ ചേർന്നിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ DNA വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ സൊല്യൂബിലൈസ് ചെയ്തിട്ട് ആ ഒരു വാട്ടറിലാണ് DNAനെ കാണാൻ സാധിക്കുക. നമ്മളപ്പോൾ ഈ CTAB ആഡ് ചെയ്ത് ബഫർ ആഡ് ചെയ്തു, എന്നിട്ട് നമ്മളത് സെൻട്രിഫ്യൂജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എക്വസ് ഫേസും ഓർഗാനിക് ഫേസുമായിട്ട് കാണാം. അപ്പോൾ നമുക്ക് സെൻട്രിഫ്യൂജ് ചെയ്ത് എക്വസ് ഫേസിന് മാത്രമായിട്ട് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. അപ്പോൾ ഇത് എക്വസ് ഫേസ് ആണെന്നുണ്ടെങ്കിൽ അതിന് മാത്രമായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ പോർഷൻ ഡിസ്കാർഡ് ചെയ്യാം. അങ്ങനെ എക്വസ് ഫേസിൽ നിന്ന് പിന്നെ നമുക്ക് DNA ഐസൊലേറ്റ് ചെയ്തെടുക്കാം, പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് എടുക്കാം. ഈ CTABിൻ്റെ എന്തെങ്കിലും പ്രസൻസ് ഈ DNAയിൽ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ പ്യൂരിഫൈ ചെയ്യാൻ നമുക്ക് 70% എത്തനോളിലൊന്ന് വാഷ് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെയാണ് CTAB യൂസ് ചെയ്ത് പ്രോട്ടീനിനെ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ പ്രോട്ടീനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് കളയേണ്ട മറ്റൊരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് RNA ആണ്. നമുക്ക് DNA മാത്രമല്ലേ വേണ്ടൂ, ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ സെല്ലിൽ RNA ഉണ്ടാവും. സോ RNAനെ എങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക? RNA റിമൂവ് ചെയ്യാനായിട്ട് 2 എൻസൈംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. RNase A and RNase T1.
RNA റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം RNase A ആൻഡ് RNase T1. ഇത് രണ്ടുമാണ് സാധാരണയായിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്നത്. RNase Aയും T1ഉം രണ്ടും ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിനെ തന്നെയാണ് ക്ലീവ് ചെയ്യുക. ഇതിൽ RNase A ഇറ്റ് വിൽ ക്ലീവ് നെക്സ്റ്റ് ടു യുറാസിൽ ആൻഡ് സൈറ്റോസിൻ. പക്ഷെ RNase T എന്ന് പറയുന്നത് ഗ്വാനിന് തൊട്ടടുത്തായിട്ടാണ് ക്ലീവ് ചെയ്യുക. അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. എക്വസ് ഫേസിന് നമ്മൾ ആ മിക്സ്ചറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിലുള്ള DNA നമുക്ക് വിസിബിൾ ആവണം അല്ലേ. അപ്പോൾ അതിനായിട്ട് DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കണം. 2 മെത്തേഡിലാണ് DNA പ്രസിപ്പിറ്റേഷൻ നടത്താറ്. ഒന്ന് ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട്, പിന്നൊന്ന് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് യൂസ് ചെയ്ത്. ഈ വെള്ളത്തിലാണല്ലോ DNA ഡിസോൾവ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വി യൂസ് കോമ്പൗണ്ട്സ് ദാറ്റ് ആക്റ്റീവ്ലി അബ്സോർബ് വാട്ടർ. അപ്പോൾ ആൽക്കഹോൾ പ്രസിപ്പിറ്റേഷന് 2 ആൽക്കഹോൾസാണ് സാധാരണ യൂസ് ചെയ്യാറ്. എത്തനോൾ ആൻഡ് ഐസോപ്രോപ്പനോൾ. അപ്പോൾ ഈ ആൽക്കഹോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DNA കൂടുതൽ വെള്ളത്തിനോട് എഫിനിറ്റി ഉള്ളത് ഈ ആൽക്കഹോളിനാണ്. സോ DNA നിന്ന് വെള്ളത്തിന് ആൽക്കഹോൾ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ആൽക്കഹോൾ ഏതെങ്കിലും ആഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ സോൾട്ടും ആഡ് ചെയ്യും. സാധാരണ സോഡിയം സോൾട്ട്, സോഡിയം അസറ്റേറ്റോ സോഡിയം ക്ലോറൈഡോ എന്ത് വേണമെങ്കിലും സോഡിയം അല്ലെങ്കിൽ അമോണിയം സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് മോണോവാലൻറ്റ് കാറ്റയോൺസ് എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ എത്തനോളിന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ സാധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് DNA ഇറ്റ് ഹാസ് ഗോട്ട് ഹൈ എഫിനിറ്റി ഫോർ വാട്ടർ. കാരണം DNAക്ക് നെഗറ്റീവ് ചാർജും ഉണ്ട്, വാട്ടറിന് പോസിറ്റീവ് ചാർജും ഉണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഈ DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കണം. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സോൾട്ടും പിന്നെ ആൽക്കഹോളുമാണ്. അപ്പോൾ ഇവിടെ സോൾട്ടിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ന്യൂട്രലൈസ് ദ ചാർജ്. ന്യൂട്രലൈസ് ദ ചാർജ് ഓൺ DNA. അതായത് ഇപ്പോൾ സോഡിയം അസറ്റേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സോഡിയം അസറ്റ് ഗ്രൂപ്പുമായിട്ട് അത് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, സൊല്യൂഷനിൽ വരുമ്പോൾ അത് ബ്രേക്ക് ആവും. അപ്പോൾ ഈ സോഡിയം അയോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണല്ലോ. ഈ സോഡിയം അയോൺസ് എന്ത് ചെയ്യും? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് ചാർജ് കുറഞ്ഞില്ലേ, DNA ചാർജ് ന്യൂട്രലൈസ്ഡ് ആയി. അപ്പോൾ എന്ത് സംഭവിക്കും? വാട്ടറിന് അത്ര എഫിനിറ്റി ഉണ്ടാവില്ല. DNAയോട് വാട്ടറിന് എഫിനിറ്റി ഉണ്ടാവാൻ കാരണം അതിനോട് നെഗറ്റീവ് ചാർജ് ആയിരുന്നു. പക്ഷെ ആ നെഗറ്റീവ് ചാർജ് പോയി. അപ്പോൾ ഇനി അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല വാട്ടറിന്. അങ്ങനെ വാട്ടറിലുള്ള സൊല്യൂബിലിറ്റി കുറയും. ഓക്കെ, ഇനി ഇവിടെ എത്തനോൾ ഉണ്ട് അല്ലേ. അപ്പോൾ എത്തനോളിൻ്റെ അല്ലെങ്കിൽ ആൽക്കഹോൾ, ഐസോപ്രോപ്പനോൾ അല്ലെങ്കിൽ എത്തനോൾ, ഒരു ആൽക്കഹോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ സോഡിയം ആഡ് ചെയ്തു, സോഡിയം അയോണിന് DNA ഫോസ്ഫേറ്റ് അയോണായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ആ ചാർജ് ന്യൂട്രലൈസ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ സോഡിയത്തിന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലേക്ക് എത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രാക്ഷൻ അത്ര എളുപ്പമല്ല. കാരണം വാട്ടറിൻ്റെ ഹൈ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. വാട്ടർ ഹാസ് ഗോട്ട് ഹൈ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. പക്ഷേ എത്തനോളിന് അതിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് ലോവർ വെൻ കമ്പയർഡ് ടു വാട്ടർ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സൊല്യൂഷനിലേക്ക് ആൽക്കഹോൾ, നമ്മുടെ റിയാക്ഷൻ മിക്സ്ചറിലേക്ക് ആൽക്കഹോൾ ആഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കുറയും, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കുറയും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കുറയുമ്പോൾ sodium ion can easily interact with phosphate ion of DNA and അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ DNA-യുടെ നെഗറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ആവുന്നതും അത് പെട്ടെന്ന് തന്നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതും. അപ്പോൾ DNA പ്രസിപ്പിറ്റേഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലോവറിങ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇതാണ് DNA പ്രസിപ്പിറ്റേഷൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഒരു പർപ്പസിന് നമുക്ക് മോണോവാലന്റ് കാറ്റയോണിൽ ഏത് സോൾട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്യാം, സോഡിയം അസറ്റേറ്റ്, അമോണിയം അസറ്റേറ്റ്, ലിഥിയം ക്ലോറൈഡ്, ഇങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ദ ഓൺലി കണ്ടീഷൻ ഇസ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ എ മോണോവാലന്റ് കാറ്റയോൺ. എന്നാൽ മാത്രമല്ലേ ഫോസ്ഫേറ്റ് ഗ്രൂപ്പായിട്ട്, ഫോസ്ഫേറ്റ് അയോണായിട്ട് അതിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഈ പ്രസിപ്പിറ്റേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് റെഡിമെയ്ഡ് കിറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് പ്ലാന്റ് ടിഷ്യൂ മാത്രമേ വേണ്ടൂ, ബാക്കി എല്ലാ മിക്സ്ചറും കൂടിയിട്ട് അത് നമുക്കൊരു കിറ്റായിട്ട് കിട്ടും. നമുക്കിപ്പോൾ ഇതിൽ ഓരോന്നും നമ്മൾ ഫീനോൾ എന്ന് പറഞ്ഞു, സി ടാപ്പ് ബഫർ, ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പക്ഷേ ആ ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സിനെ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിമെയ്ഡ്, ഇപ്പോൾ ഫീനോൾ അത് സാച്ചുറേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ ഫീനോൾ അതെങ്ങനെയാണ്, അതിനൊരു പ്രൊസീജിയറുണ്ട്. ഇപ്പോൾ ഫീനോളൊക്കെ നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല, അതിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിനൊരു ടെമ്പറേച്ചറിലൊക്കെ വെച്ച്. അപ്പോൾ അത്തരം പ്രോസസ്സുകളൊന്നും വേണ്ട, അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് റെഡിമെയ്ഡ് കിറ്റായിട്ട് കിട്ടും. പിന്നെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, അത് ഞാൻ നോട്ടിൽ തരാം നിങ്ങൾക്ക്. എക്സാമ്പിൾ ജസ്റ്റ് പേരുകളാണ്. ഇപ്പോൾ ബയോറാഡ് ലബോറട്ടറീസ്, ബയോറാഡ് എന്ന് പറയുന്നത് ഈ മോളിക്കുലാർ വർക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അപ്പാരറ്റസുകളും കെമിക്കൽസും അതെല്ലാം സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് ബയോറാഡ്. അതുപോലെയുള്ള ഒരുപാട് കമ്പനീസ് കിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഇപ്പോൾ ഇനി നമുക്ക് പ്രോട്ടോക്കോളിലേക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് എടുത്തു DNA-നെ. ഇനി നമുക്കത് വേണ്ടത് സ്റ്റോർ ചെയ്യലാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് വരെ അത് സൂക്ഷിച്ച് വെക്കണം. ഇപ്പോൾ DNA, ഐസൊലേറ്റ് ചെയ്ത DNA സ്റ്റോർ ചെയ്യാൻ ഏറ്റവും നല്ലത് TE ബഫറാണ്. ഇതിലിട്ടിട്ടാണ് നമ്മൾ DNA-നെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ TE ബഫർ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു. ഇതിൽ ട്രിസ് ബഫറുണ്ട്, EDTA ഉണ്ട്. ട്രിസ് ബഫർ എന്ന് പറയുമ്പോൾ DNA-ക്ക് വേണ്ട pH എന്ന് വെച്ചാൽ 8 ആണ്. അത് എപ്പോഴും ഇങ്ങനെ ആ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രിസ് ബഫറിന് സാധിക്കും. അതേപോലെ ഇതിലുള്ള EDTA എന്ത് ചെയ്യും? മഗ്നീഷ്യം അയോൺസിനെ ചിലേറ്റ് ചെയ്യും. അപ്പോൾ ഈ മഗ്നീഷ്യം അയോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ആ ഒരു എന്തെങ്കിലും ഒരു DNA പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ എൻസൈമിന് DNA-നെ ഡീനാച്ചുറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് മഗ്നീഷ്യം അയോൺസ് Mg2+ വേണം. അപ്പോൾ ഈ EDTA Mg2+നെ ചിലേറ്റ് ചെയ്ത് DNA's ആക്ടിവിറ്റി പ്രിവെൻറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ TE ബഫറിലാണ് സാധാരണയായിട്ട് സ്റ്റോർ ചെയ്യാറ്. ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ ഏറ്റവും നല്ലത് ഒരു 4 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു വർഷം 2 വർഷം അങ്ങനെയൊക്കെ ഒരു കാലയളവിലേക്കാണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ -20 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് 4 ഡിഗ്രി സെൽഷ്യസാണ്. അതിപ്പോൾ നമ്മുടെ പ്ലാന്റ് ടിഷ്യൂ DNA അല്ല, ഇപ്പോൾ നമ്മളൊരു ടിഷ്യൂ കളക്ട് ചെയ്തിട്ടുണ്ട്, നമുക്കതിന് ഈ DNA ഐസൊലേഷനൊക്കെ നടത്തണം. പക്ഷേ ഇപ്പോഴൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും 4 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ -20 ഡിഗ്രി സെൽഷ്യസ് ലോങ് ടേം സ്റ്റോറേജിനാണ്. അവിടെ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DNA ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് 4 ഡിഗ്രി സെൽഷ്യസ്, അതായത് ലോങ് ടേം സ്റ്റോറേജ് അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. നമ്മളിതിൽ പറഞ്ഞ ഒരു കമ്പോണൻറ്റ് ട്രിസ്സാണ് ബഫറിങ് ഏജൻറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ട്രിസ് തന്നെ യൂസ് ചെയ്യണം എന്നില്ല. ട്രിസ് എന്തുകൊണ്ട് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, pH സ്റ്റേബിളാക്കി നിർത്താൻ പറ്റും. പക്ഷേ ട്രിസ് തന്നെ വേണമെന്നില്ല, ഏത് ബഫറിങ് ഏജൻറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം DNA ഐസൊലേഷനായിട്ട്.